Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. കൂകിപ്പാടും ഒരു ആലിപ്പെണ്ണേ, തത്തി തത്തി പാറി നടക്കും തത്തമ്മ പെണ്ണേ, കുറുകുറുകിപ്പാടും കാക്കച്ചിയമ്മേ, തുരുതുറവെയ്യുന്ന മഴയിൽ പാടി ആടിവാ. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. The shining star of Jesus. Joyful and beautiful, Johnny, Johnny. Graceful and holy, Johnny, Johnny. Blessed is the life of Johnny, Johnny. Shining star of Jesus. Johnny. കുട്ടികളെ, നമ്മൾ ഇന്ന് പഠനത്തിന്റെ ഭാഗമായുള്ള ഒരു വനയാത്രയ്ക്ക് പോകുകയാണ്. കാടിന്റെ ഭംഗി ആസ്വദിക്കുന്നതിനും വിവിധതരം ചെടികളെയും മൃഗങ്ങളെയും കാണുവാനും കൂടിയാണ് നാം പോകുന്നത്. നിങ്ങളുടെ പെരുമാറ്റം കാട്ടിലെ ജീവജാലങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുവാൻ പാടില്ല. എല്ലാവരും വളരെ വളരെ നല്ല കുട്ടികളായിരിക്കണം. 2 ഗ്രൂപ്പുകളായാണ് നമ്മൾ കാട്ടിൽ സഞ്ചരിക്കുന്നത്. പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങളും അനുസരിക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അമ്മേ, നാളെ എനിക്ക് ചിക്കനും മീനും നെയ്ച്ചോറും വേണം. യാത്ര കലക്കണം. മോൻ എന്തു പറഞ്ഞാലും ഉണ്ടാക്കി തരാട്ടോ. എന്റെ ചക്കര മോനല്ലേ. ഈ അമ്മ ലവ് യു മാ. അമ്മച്ചി, നാളെ ഞങ്ങൾക്ക് വാഴയിലയിൽ ചോറ് മതി. വാഴയില ഞങ്ങൾ ശരിയാക്കാം. കുറച്ച് ചോറും ഒരു കറിയും മതി. അത് മതിയെങ്കിൽ ശരി. ഭക്ഷണം കളയരുത് കേട്ടോ. ഒരിക്കലും ഇല്ല അമ്മച്ചി. എന്നാ വാ, നമുക്ക് പ്രാർത്ഥന ചൊല്ലിക്കിടക്കാം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്ന് വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. ഇനി പപ്പയോട് കാട്ടിൽ എങ്ങനെ പെരുമാറണമെന്നതിനെ കുറിച്ച് ചില സംശയങ്ങൾ ചോദിക്കണം. Nonsense. I don't like it. Yeah. I need money. I will buy it from hotel. Okay, ma. Good night. ദൈവം തന്ന ദാനം മാത്രമല്ല, വനം ഒരു പാഠപുസ്തകമാണ്. നാം അത് പഠിക്കണം. നിശബ്ദരായി നോക്കി കണ്ട് നാം വനം അറിയണം. ഓക്കെ, എല്ലാരും റെഡിയാണോ? ഓക്കെ ടീച്ചർ, ലെറ്റ് us go. ടീച്ചർ, ഡിക്രു വന്നിട്ടില്ല. അവൻ വരില്ലാന്ന് പറഞ്ഞിരുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കൂ,
കാട്ടിൽ കയറിയാൽ കൂവി വിളിക്കുകയോ അമിത ശബ്ദമുണ്ടാക്കുകയോ ചെയ്യരുത്. പ്ലാസ്റ്റിക് വസ്തുക്കൾ കാട്ടിൽ കൊണ്ടുപോകരുത്. ഇറച്ചി, മീൻ തുടങ്ങിയ ഭക്ഷണങ്ങൾ കാട്ടിൽ കൊണ്ടുപോകാത്തതാണ് ഉത്തമം. അതിന്റെ മണം ജീവികൾക്ക് സ്വഭാവമാറ്റത്തിന് കാരണമാകാം. ഈശോ, പണി പാളി. നിങ്ങൾക്ക് നല്ലൊരു ദിനം ആശംസിക്കുന്നു. മഞ്ഞടിഞ്ഞ മാമലയും പൂവണിഞ്ഞ പൂമരവും കൺകുളിർക്കെ കണ്ടു നമ്മൾ നടന്നു നീങ്ങാം. ഈശോ, തിന്നു തിന്നെന്റെ വയറിന്റെ ആപ്പീസ് പൂട്ടി. മിച്ചം വന്നത് കളഞ്ഞേക്കാം. നിങ്ങൾ ചെയ്യുന്നത് മഹാപാപമാണ്. എന്തുമാത്രം ഭക്ഷണമാണ് നിങ്ങൾ കളയുന്നത്? ഇതാണ് നമ്മൾ ചെയ്യുന്ന പാപം. ഞങ്ങളുടെ മാതാപിതാക്കൾ പിശുക്കന്മാരല്ല. ധാരാളിയുടെ മകൻ മുതലാളി, മുതലാളിയുടെ മകൻ പൂനിവാസി. ജോണി പറഞ്ഞത് സത്യം. നോക്കിക്കേ, അവർ ആവശ്യത്തിന് ഭക്ഷണം കൊണ്ടുവന്നു, അതും വാഴയിലയിൽ. പ്ലാസ്റ്റിക് നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കും. എന്റെ ടീച്ചറെ, അവർ ഒന്നാം തരം പിശുക്കന്മാരായിട്ടാ. ഇവർ ഒരുപാട് ദൂരത്തു നിന്ന് വരികയാ. കുട്ടികളെ, ഞങ്ങൾ സൈബീരിയക്കാരാണ്. ഞങ്ങൾ ഒരുപാട് ദൂരത്തു നിന്നാണ് വരുന്നത്. നല്ല രസം. ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ പിണങ്ങുമോ? ഇല്ലേ ഇല്ല. ഇതിൽ 2 കുട്ടികളെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ആരാ? ഭക്ഷണം കളയാത്ത 2 കുട്ടികൾ. ജോണിയും ജോമിയായും. വെൽ ഡൺ. നിങ്ങൾ ചെയ്തത് വലിയ തെറ്റാ കൂട്ടുകാരെ. ഞങ്ങൾ പല രാജ്യങ്ങൾ കടന്നാണ് വന്നത്. ചില കാഴ്ചകൾ ദയനീയമായിരുന്നു. അതേ കൂട്ടുകാരെ, ഒരു നേരത്തെ ഭക്ഷണം കിട്ടാത്ത ഒരുപാട് മനുഷ്യർ, നിങ്ങളുടെ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾ മരിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾ അറിയണം, നിങ്ങൾ വിനോദിക്കുന്നു, ഒരുപാട് ഭക്ഷണം മിച്ചം വയ്ക്കുന്നു. സോറി ബേർഡ് അങ്കിൾ. സുഭിക്ഷതയിൽ ജീവിക്കുന്നതിന് നിങ്ങൾ ദൈവത്തോട് നന്ദി പറയണം. കൂട്ടുകാരെ, നമുക്ക് നമ്മുടെ ടീച്ചറുടെ മുൻപിൽ വെച്ച് ദൈവത്തിനും ലോകത്തിനും വാക്കുകൊടുത്ത് പ്രതിജ്ഞ ചെയ്യാം. ഒരിക്കലും ഒരു തരി ഭക്ഷണം പോലും കളയില്ലെന്ന്. കൂട്ടുകാരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ദൂരം പോകേണ്ടിയിരിക്കുന്നു. ഇനിയും കാണാം. ബൈ. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന നന്മയ്ക്ക് ഒത്തിരി നന്ദി.